നല്ല മകനോ നല്ല മകളോ ആയി എൻ്റെ കുഞ്ഞ് വളരണമെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നല്ല മകളാവണം, ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നല്ല മകനാവണം. അല്ല എങ്കിൽ മോനെ മോളെ നീ നല്ലതാവണം, നല്ലവളാകണം, നല്ലവനാകണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് അവകാശമില്ല. പറഞ്ഞു കൊടുത്താൽ തന്നെ മക്കൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ അങ്ങ് വിടും. മക്കള് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അങ്ങ് വിടും. കാരണം ക്ലിനിക്കിൽ ഉണ്ടാവുന്നൊരു അനുഭവം എങ്ങനെയാ, മൊബൈൽ ഫോൺ അഡിക്ഷനുമായിട്ട് കുട്ടികളെ കൊണ്ടുവരും. മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഡോക്ടറെ, ഉമ്മന്റെ ഉപ്പന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന്. ഉമ്മന്റെ ഉപ്പന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന്. കാരണം എന്താ, മക്കളെക്കാൾ മൊബൈൽ അഡിക്ഷനാ ഉമ്മക്കും ഉപ്പക്കും. ഉമ്മന്റെ ഉപ്പന്റെ മൊബൈൽ അഡിക്ഷൻ കണ്ട് എന്ത് അവകാശമുണ്ട് മക്കളോട് ഫോൺ മാറ്റി വെക്കാൻ പറയാൻ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിശ്ചിതമായ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 2 വയസ്സ് വരെയുള്ള കുഞ്ഞിന് 0 ആണ് സ്ക്രീൻ ടൈം. 2 വയസ്സ് വരെയുള്ള കുഞ്ഞിന് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞിന് 1 മണിക്കൂറാണ് മാക്സിമം സ്ക്രീൻ ടൈം. ഈ 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുഞ്ഞിന് മാക്സിമം 1.5 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 3 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം പാടില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് തന്നെ പോയിട്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കുക, എത്ര മണിക്കൂർ ഉണ്ടെന്ന്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കാണ്. എന്നിട്ട് വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്യാതെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് എങ്ങനെയാവണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. മക്കൾക്ക് മുന്നിൽ ഇക്വാലിറ്റി കാണിക്കുക. ആൺപെൺ വ്യത്യാസമില്ല. പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് പോരുമ്പോ പെൺകുട്ടി മാത്രല്ല ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് പോരുമ്പോ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കേണ്ടത് ആൺകുട്ടിക്ക് മടക്കി വൃത്തിയാക്കി വെക്കാം, ഇല്ലേ? ആണിനെയും പെണ്ണിനെയും ഒരുപോലെ നമ്മൾ ശീലിപ്പിക്കണം. രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുമ്പോ അവൻ ഉറങ്ങിയ കിടപ്പ്, അവൻ ഉറങ്ങിയ ബെഡ്, ആ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കാൻ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ശീലിപ്പിക്കാനാണ് മതം പഠിപ്പിക്കുന്നത്. പെൺകുട്ടി മാത്രല്ല അവൾ കഴിച്ച പാത്രം കഴുകി വെക്കേണ്ടത്, കഴിച്ച പാത്രം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കഴുകി വെക്കാൻ ശീലിപ്പിക്കുക. ഈ ഇക്വാലിറ്റി പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ്. ഉമ്മയാണിത് ശീലിപ്പിക്കേണ്ടത്. മക്കളെ ഒരുപോലെ പരിഗണിക്കുക.